ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. എന്താണ് ഈ ഫാറ്റി ലിവർ? ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിൽ കൂടുതലായിട്ട് കൊഴുപ്പ് അടിയുന്ന അവസ്ഥയാണ്. ഇത് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ അമിതവണ്ണം, അതുപോലെ തന്നെ കൊളസ്ട്രോള്, പ്രമേഹം തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഉള്ളവരിൽ ഇത് കാണാറുണ്ട്. അതുപോലെ മദ്യപാനം കൂടുതലുള്ള ആൾക്കാരിലും ഷുഗർ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരിലുമൊക്കെ ഈ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കുക. മരുന്ന് കഴിക്കേണ്ട സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് മെഡിസിൻ എടുക്കുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് തെറ്റുകളുണ്ട്. അതായത് ഇതറിഞ്ഞു കഴിഞ്ഞാലും ഒന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നത്, അടുത്തത് പ്രോസസ്ഡ് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നത്, മധുരം കൂടുതലടങ്ങിയ ഫുഡ് കഴിക്കുന്നത്, അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പ് കറക്റ്റ് ആവാത്തത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. അതായത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് അതിനൊരു കറക്റ്റ് ഫോളോ അപ്പ് ഇല്ലാതെ നടക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ തെറ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ സ്റ്റേജ് 1 and 2 ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഹെൽത്തി ആയിട്ടുള്ള ശീലങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ശീലങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫാറ്റി ലിവറിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് ചെയ്യേണ്ടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റി മസ്റ്റായിട്ട് നിങ്ങൾക്കുണ്ടാവണം. രാവിലെ നടക്കാൻ പോവുക, അരമണിക്കൂറെങ്കിലും നിങ്ങൾ മിനിമം നടക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൂടുതലായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഇരുന്ന് ജോലി ചെയ്യുന്ന കണ്ടിന്യൂസ് ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടത്തതേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്ക് നിങ്ങളൊന്ന് എഴുന്നേറ്റ് നടക്കാനും അല്ലെങ്കിൽ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടുതലായിട്ട് വരുന്ന ഒരവസ്ഥ, അമിത ഭാരമുള്ളവരിൽ ഈ ഒരു ഫാറ്റി ലിവർ കണ്ടുവരാറുണ്ട്. അപ്പം വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നത് നിർത്തണം. ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കണം. ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച്, ഫൈബർ റിച്ച് ഫുഡുകളൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ കുറേ ശീലങ്ങളെ നമുക്ക് നല്ല രീതിയിൽ ഫോളോ ചെയ്ത് വരുമ്പോൾ ഫാറ്റി ലിവറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമുക്ക് വെറുതെ കിട്ടിയ കാര്യമാണ്. അതിനെ നമ്മൾ ഡാമേജ് ആക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അപ്പോൾ നിങ്ങൾ നല്ല ശീലങ്ങൾ, ഹെൽത്തി ആയിട്ടുള്ള ശീലങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുക. നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ സ്നേഹിക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്കും 40+ ഒക്കെ ആയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. കാരണം ഒരു ഏജ്, നമുക്ക് കുറച്ച് ഏജ് അങ്ങോട്ട് നമ്മുടെ ജീവിതശൈലി കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രമേഹം വരാനുള്ള ചാൻസ് കൂടുതലാണ്. BP കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒബിസിറ്റി വരാം. അതുപോലെ ഫാറ്റി ലിവർ, ഇങ്ങനെയുള്ള കുറേ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം റെഗുലർ ചെക്കപ്പ് എന്ന് പറയുന്നത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ 40 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചെക്കപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ശീലങ്ങൾ, നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ശീലങ്ങൾ ഫോളോ ചെയ്താലാണ് അതിന് പറ്റുന്നത്. ഞാൻ ജയന്തി പ്രകാശ്. ഞാനൊരു നേഴ്സായിരുന്നു. ഒരു 30 വർഷത്തിലധികമായിട്ട് ക്ലിനിക്കൽ എക്സ്പീരിയൻസിലൂടെ നേടിയെടുത്ത അറിവുകളാണ് ഞാനീ പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ ഒരു അസുഖം കൊണ്ട് സ്ട്രഗിൾ ചെയ്യുകയും അവർ പ്രോപ്പറായിട്ടൊരു ഹെൽത്ത് ഗൈഡൻസിലൂടെ അവർ പോകുമ്പോൾ
അവർക്ക് റിസൾട്ട് കിട്ടുന്നതും കണ്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുന്നത്. നിങ്ങൾക്ക് പ്രോപ്പർ ഒരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഗൈഡൻസും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത ദിവസം വീണ്ടും വരുന്നുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.